ഇന്ന് നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള ഫുഡിൻ്റെ പരിപാടിയൊക്കെ നോക്കിയാലോ. അപ്പോൾ ഞാൻ ചോറ് വെക്കാൻ വേണ്ടി വെള്ളവും കലവും ഒക്കെ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പാത്രങ്ങളൊക്കെ തേച്ചിടാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. രാവിലെ കാപ്പി കുടിച്ചതും ചായ ഇട്ടതും എല്ലാം. മീൻ കൊണ്ടുവന്നത് നെത്തോലിയാണ്. അതിൽ കുറച്ച് മത്തിയും കൂടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് ചെറിയ കൊഞ്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഉണക്ക കൊഞ്ചുണ്ടല്ലോ. അതും കൂടി ഞാൻ കുതിർക്കാൻ വേണ്ടി വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് അരിയൊക്കെ കഴുകി ഇടുവാണ്. വെള്ളമൊക്കെ തിളച്ച് കിടക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ലോങ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 മുട്ടയും കൂടെ കഴുകി ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അനിയത്തി അവിടെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴുകി മാറ്റിയതിന് ശേഷം ഞാൻ ദേ വന്നിട്ട് ഇവിടെ തേങ്ങയൊക്കെ തിരുമ്മി എടുക്കുന്നുണ്ട്. നമുക്ക് ഉണക്കക്കൊഞ്ച് ഒന്ന് തീയലാക്കി എടുക്കാനാണ് കേട്ടോ. അതിനുവേണ്ടി തേങ്ങ തിരുമ്മി ഒന്ന് മൂപ്പിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളകും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ 2 പെരിഞ്ചീരകം, ഒരു കുറച്ച് മതി കേട്ടോ. കുറച്ച് പെരിഞ്ചീരകം ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചലുവയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തേങ്ങ മൂപ്പിച്ച്, പിന്നെ നമ്മൾ തേങ്ങ ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടാറുമ്പോൾ അരച്ചെടുക്കാവേ. അപ്പോൾ ഉണക്കക്കൊഞ്ച് മാത്രം ഇട്ടാൽ പറ്റത്തില്ലല്ലോ. അതിന് വേണ്ടി ഞാൻ കുറച്ച് പച്ചക്കറി അരിഞ്ഞെടുത്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ പടവലങ്ങ, അതുപോലെ ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ, 2-3 കൊച്ചുള്ളി ഒക്കെ ഇട്ടിട്ട് ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ടിട്ട് എണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് ഈ പച്ചക്കറി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ലേശം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള ഉണക്കക്കൊഞ്ച് ഇട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള വറുത്ത് അരച്ചില്ലേ, ആ ഒരു അരപ്പും കൂടെയൊക്കെ ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങ് അടച്ച് വെച്ച് കൊടുത്താൽ മതി തിളപ്പിക്കാനായി. പിന്നെ നെത്തോലിയൊക്കെ ഇവിടെ നുള്ളി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചതിന് ശേഷം തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പീര വറ്റിക്കാനായിട്ട്. ഇപ്രാവശ്യം പച്ചക്കറി മേടിച്ചപ്പം കുറച്ച് പച്ച തക്കാളി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ടാണ് ഞാനിന്ന് പീര വറ്റിക്കുന്നത്. അങ്ങനെ അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 കപ്പയുടെ കഷ്ണം ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബീട്രൂട്ടിൻ്റെ തോരനാക്കി എടുത്തു. അച്ചാറുണ്ടായിരുന്നു, മീനും കൂടെ അങ്ങ് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ.